തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് വിചിത്രമായ ചില നീക്കങ്ങളാണ് രാഷ്ട്രീയത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. അതിനിടയിൽ അണ്ണാമലൈ പഠനാവശ്യങ്ങൾക്ക് ലണ്ടനിലേക്ക് പറക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 14 വർഷത്തെ പിണക്കം മറന്ന് സ്റ്റാലിനും മോദിയും ഒന്നിക്കുന്നത്. ഇത് പ്രധാനമായും ഒരു വിമാനത്താവളത്തെ ചൊല്ലിയായിരുന്നു. കോയമ്പത്തൂർ വിമാനത്താവളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് 600 ഏക്കർ സ്ഥലം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയും എന്നാൽ അത് നൽകാൻ കഴിയില്ല എന്ന് തമിഴ്നാട് സർക്കാർ പറയുകയും ചെയ്തിരുന്നു. അതിന് കാരണമായി പറയുന്നത് ഈ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് ലീസിന് നൽകും, അത് തങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. യാതൊരു ഉപാധികളുമില്ലാതെ 99 വർഷത്തേക്ക് തമിഴ്നാട് സർക്കാർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് 600 ഏക്കർ സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നു. ഇതോടുകൂടി കോയമ്പത്തൂർ വിമാനത്താവളത്തിൻ്റെ വികസനം സാധ്യമാവുക തന്നെ ചെയ്യും. ഇതിൽ DMKയ്ക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം അടുത്ത വർഷമാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഒരു വേളയിൽ തമിഴ്നാട്ടിൽ മുഴുവൻ ഇത് ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ കഴിയും എന്ന് DMK കരുതുമ്പോൾ BJPയെ സംബന്ധിച്ച് കോയമ്പത്തൂർ അടക്കമുള്ള കൊങ്കനാട് മേഖലയിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ട്. ഇവിടെ ADMKയെ അപ്രസക്തമാക്കിക്കൊണ്ടൊരു മുന്നേറ്റത്തിനാണ് BJP ഒരുങ്ങുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ അവർക്കും ഇത് ഗുണപ്രദമാകുന്നു. ഈ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്ന ഒരു രാഷ്ട്രീയം ADMKയെ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തമാക്കിക്കൊണ്ട് DMK BJP എന്ന ഒരു നിലയിലേക്ക് തമിഴ്നാട് പൊളിറ്റിക്സ് മാറുന്നു. ഇല്ലെങ്കിൽ അതിന് മാറ്റാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം DMKയെ പരസ്യമായി തന്നെയാണ് NDAയിൽ ചേരുവാൻ BJP നേതൃത്വം ക്ഷണിച്ചത്. ഏതായാലും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെടുന്നത്. ഇതിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം, അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമായിരിക്കാം. അണ്ണാമലൈ പോയിരിക്കുന്നത് ഇതിനിടയിൽ DMK BJPയുടെ ഒരു അലയൻസ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ഉണ്ടാകാനുള്ള നീക്കം കേന്ദ്രം നടത്തുമ്പോൾ അവിടെ അണ്ണാമലയെ പോലെ ഒരാളെ തൽക്കാലം മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഏതായാലും ഈ വിമാനത്താവളത്തിൻ്റെ വികസനം സാധ്യമാകുമ്പോൾ കേവലം 35 ലക്ഷം പേരാണ് പ്രതിവർഷം ഈ വിമാനത്താവളത്തിൻ്റെ സർവീസുകൾ ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ ഇനി അത് 1.5 കോടിയിലേക്ക് എത്തും. കോയമ്പത്തൂരും പാലക്കാടും തമ്മിൽ 1 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ പാലക്കാട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ 3806 കോടിയുടെ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന പദ്ധതി. 14 വർഷത്തെ പിണക്കം മാറി സ്റ്റാലിനും മോദിയും ഒന്നിക്കുമ്പോൾ ഇനി എന്ത് രാഷ്ട്രീയ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.